നമസ്കാരം. ഇന്ന് കർക്കിടകം 3. രാമായണ മാഹാത്മ്യത്തെക്കുറിച്ച് ഓരോ ദിവസവും ഞങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ, ആധുനിക രീതിയിൽ തന്നെ നിങ്ങളോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇന്ന് പറയുന്ന വിഷയം ബാല്യ കൗമാരങ്ങളാണ്. ഭഗവാന്റെയും ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുഘ്നെയും ബാല്യവും കൗമാരവും എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശകലനമാണ്. അവരുടെ വിദ്യാഭ്യാസം, പിന്നെ അതിൽ നിന്നും മാറി അവർ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ഒരു എപ്പിസോഡാണ് ഇത്. ബാല്യ കൗമാരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ കൂടെയുള്ളത് ശ്രീ ഗോപിനാഥ് ഉത്രൂക്ക, നമ്മുടെ ആചാര്യനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഭഗവാന്റെ ബാല്യവും കൗമാരവും, അതേപോലെ സഹോദരങ്ങളിലേക്ക്, ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത്. എങ്ങനെയാണ് ബാല്യം കഴിഞ്ഞത്? കാരണം അതിന് പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റിയ അല്ലെ നമ്മുടെ. അതെ, കാരണം ഈ മഹാന്മാക്കളുടെ ജീവിതത്തിലെ സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്താൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. കാരണം ഈ കേവലം ഒരു പാരായണം മാത്രമല്ല നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായും. അപ്പൊ പാരായണത്തിലൂടെ ആ ജീവിതമാകുന്ന ആ സംസാര സാഗരമാകുന്ന പാരാവാരം തരണം ചെയ്യാനുള്ള ഒരു ഉപാധി കൂടിയാണ് പാരായണം. അല്ലെ, ഇപ്പൊ പാരായണം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്. ഇങ്ങനെ നമ്മൾ പാരായണം നടത്തി കഴിഞ്ഞാലും ഈ സംസാര സാഗരം നീന്തിക്കിടക്കുന്നതിനുള്ള ഒരു ഉദ്യമം കൂടിയാണ് ഈ പാരായണം എന്ന് പറയുന്നത്. ഇവിടെ ശ്രീരാമന്റെ ചരിതം പാരായണം ചെയ്യുന്നു. അതാണ് ഒരു പ്രത്യേകത. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ആ സച്ചരിതങ്ങളെ എല്ലാവരും പാരായണം ചെയ്യുകയാണ്. അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പുത്രകാമേഷ്ടിയെ പറ്റി പറഞ്ഞു. ആ പുത്രകാമേഷ്ടിയുടെ ഫലമായിട്ട് നമുക്ക് ലഭിച്ചത് ജഗദാനന്ദകാരകനായ ശ്രീരാമൻ എന്ന കുമാരനെയാണ്. എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു കുമാരൻ ഉണ്ടാവാൻ തന്നെയാണ്. ജഗദാനന്ദകാരകനായ ഒരു കുമാരൻ. അതുപോലെ ലക്ഷ്മണൻ, ലക്ഷണാന്വിതനായ ലക്ഷണമൊത്ത കുമാരൻ. ഭരതൻ, ഭരണ നൈപുണ്യൻ. ശത്രുഘ്നൻ, എല്ലാ ശത്രുക്കളെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ളവൻ. അപ്പൊ എല്ലാ അർത്ഥത്തിലും സൽഗുണ സമ്പന്നന്മാരായ 4 പുത്രന്മാരാണ് നമുക്ക് വാൽമീകി നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ എഴുത്തച്ഛൻ നൽകിയിരിക്കുന്നത്. അപ്പോ ആ കുമാരന്മാരെ അന്നത്തെ കാലത്ത് വിധിപൂർവം ഉപനിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. വിധിപൂർവകം ഉപനിച്ചിത് ബാലന്മാരെ. ഉപനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യനാണ് ഉപനയനം നടത്തുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ഉപനയനം എന്ന് പറയുമ്പോൾ കേവലം ചില സമുദായങ്ങളുടെ ഒക്കെ ഒരു ചടങ്ങായിട്ട് മാത്രമാണ് നമ്മൾ പരിഗണിക്കുന്നത്. നേരെ മറിച്ച് ഇവിടെ അങ്ങനെയല്ല. കുമാരന്മാരെ വസിഷ്ഠ മഹർഷി ഗുരുകുലത്തിലേക്ക് ഉപനയിക്കുകയാണ് ചെയ്തത്, ആനയിക്കുകയാണ് ചെയ്തത്. അവർക്ക് ഗുരുകുല വിദ്യാഭ്യാസം കൊടുക്കുക. അന്നത്തെ കാലത്ത് വേദം, ഉപവേദം, ശാസ്ത്രം, ശ്രുതി, സ്മൃതി എല്ലാം അവരെ പഠിപ്പിക്കുന്നു. അതെന്താണ്? അസ്ത്രവിദ്യകളുണ്ട്. അത് ധനുർവേദാംബോധിതി എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ. ധനുർവേദം, അത് ക്ഷത്രിയർക്ക് ധനുർവേദം നിർബന്ധമാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ക്ഷത്രിയർക്ക് മറ്റുള്ള വിധികളോടൊപ്പം തന്നെ ധനുർവേദവും അവർ പഠിക്കണം, അല്ലെങ്കിൽ അഭ്യസിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട്. ഇവരെല്ലാവരും ക്ഷത്രിയരാണ് എന്ന് പറഞ്ഞാൽ സാർവഭൗമ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രഘുവംശം എന്ന് പറയുമ്പോൾ തന്നെ സാർവഭൗമ ചക്രവർത്തിമാരുടെ ഒരു രാജവംശമാണ്. അവിടത്തെ ഒരു രാജാവാണ് ദശരഥൻ. ദശരഥന് വേറൊരു പേരുണ്ട്, നേമി. ശരിക്കും അങ്ങേരുടെ പേര് എങ്ങനെയാണ്? ഇതൊരു വിശേഷണമാണ്. അദ്ദേഹത്തിന്റെ സാമർഥ്യം, അല്ലെങ്കിൽ യുദ്ധസാമർഥ്യം എല്ലാം കണ്ടുകൊണ്ട് അന്നുള്ളൊരു കൂടത്താണ് ദശരഥൻ. അത്രമാത്രം പ്രഗത്ഭനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒട്ടനവധി വിശേഷണങ്ങളൊക്കെ പലരും ചാർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ദശരഥന്റെ പുത്രന്മാരെ ഉപനയിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് വസിഷ്ഠനാണ്. വസിഷ്ഠൻ എന്ന് പറയുന്നത് കുലഗുരുവാണ്. ആരുടെ? സൂര്യവംശത്തിന്റെ കുലഗുരുവാണ് വസിഷ്ഠ മഹർഷി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വസിഷ്ഠ മഹർഷിയാണ് ഈ 4 കുമാരന്മാരെ ഉപനയിച്ചത്, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തത്. ഉപനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യൻ ഗുരുകുലത്തില് ശിഷ്യന്മാരെ എത്തിച്ചിട്ട് അവരെ ഉപനയിക്കുകയാണ്. അടുത്തേക്ക് വിളിക്കുക എന്ന് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേദ, ഉപവേദ, ശാസ്ത്ര, ദർശനങ്ങളെല്ലാം അവരെ പഠിപ്പിക്കുക, അർത്ഥസഹിതം പഠിപ്പിച്ച് അവരെ രാജഭരണത്തിന് യോഗ്യരാക്കി തീർക്കുക. അതാണ് ഉപനയനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനൊന്നും മാറ്റമൊന്നുമില്ല. വിദ്യാഭ്യാസ സംസ്കാരം എന്ന് പറയുന്നതും ഒക്കെ എല്ലാ കാലഘട്ടത്തിലും കൃത്യമായിട്ട് നടക്കുന്നതാണ്. ഉപനയനം കഴിഞ്ഞാൽ പിന്നെ സമാവർത്തനമുണ്ട്. ആ സമാവർത്തനം എന്ന് പറയുന്നത് വീണ്ടും ആവർത്തിക്കുക, പഠിച്ച കാര്യങ്ങൾ ആവർത്തിക്കുക. നമ്മൾ റിവിഷൻ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞാല്
പഠിച്ച കാര്യങ്ങളെ ആവർത്തിപ്പിക്കുന്ന സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. എങ്കിൽ മാത്രമേ അവർക്ക് കാര്യക്ഷമത കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് ഒരു പ്രയോജനമില്ലാതെ വരും. അങ്ങനെ അവരെ വിദ്യാഭ്യാസം ചെയ്യിച്ച് അതിനുശേഷം, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 4 കുമാരന്മാരെ വാസ്തവത്തിൽ യാഗരക്ഷയ്ക്കായിട്ട് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. യാഗരക്ഷ അല്ലെ, വിശ്വാമിത്രന്റെ യാഗരക്ഷ. ആലോചിച്ച് നോക്കൂ. കൗമാരത്തിൽ തന്നെ വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക് ഇവരെ പറഞ്ഞു വിടുന്നു ആരെ? ദശരഥൻ. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളെ അതിനെ വിടാൻ പറ്റുമോ? അവരെ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ആ യാഗരക്ഷ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതായത് ഈ 2 കുമാരന്മാർക്കും ചെയ്യാൻ പറ്റാത്തതായ ഒരു വലിയ കാര്യം ഏൽപ്പിക്കുന്നതിനാണ് പറഞ്ഞു വിടുന്നത്. കാരണം മുനിമാരുടെ യജ്ഞം തകർക്കുന്ന, അവരുടെ സംസ്കാരം തകർക്കുന്ന രാക്ഷസന്മാരെ ഇല്ലാതെ ആക്കുന്നതിന് ഇവരെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഇതിൽ പരം ഒരു കർമ്മപദ്ധതി എവിടെയാണുള്ളത്? വിദ്യാഭ്യാസാനന്തരം. അപ്പൊ ഇന്നും വിദ്യാഭ്യാസം ചെയ്യുന്നവർ അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം അവർക്ക് ഒരു ആകർഷയില്ല ജീവിതത്തിൽ. അപ്പൊ ഇവിടെ വിശ്വാമിത്രൻ അറിയാം ഇവര് സൂര്യവംശികളായതുകൊണ്ട് ആ സൂര്യവംശികളായ കുമാരന്മാരെ അവർക്ക് വേണ്ടതായ പ്രായോഗിക വിജ്ഞാനം കൊടുക്കേണ്ടത് തന്റെ ഉദ്ദേശമാണ്. പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് പ്രയോഗിക്കണം. ആ പ്രയോഗിക്കണമെങ്കിൽ അതനുസരിച്ചുള്ള കർമ്മം ചെയ്യണം. അതാണ് നമ്മുടെ ജ്ഞാനകർമ്മ സമന്വയം എന്ന് പറയുന്നത്. നമ്മുടെ ഗീതയെ പറയുന്ന പോലെ എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര എന്ന് പറയുന്ന പോലെ എവിടെയാണ് യോഗേശ്വരനായ കൃഷ്ണനും ധനുർധരനായ പാർത്ഥനും? ജ്ഞാനവും കർമ്മവും രണ്ടും ഒന്നുകൂടെ. ഈ ജ്ഞാനവും കർമ്മവും ഒരുമിച്ച് അവിടെ സമന്വയിക്കണം. എങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മധുരമ എന്ന് പറയുന്നത്. വിജയവും ശ്രീയും ഭൂതിയും എല്ലാം ഉണ്ടാവണമെങ്കിൽ ഇത് രണ്ട് സമന്വയിക്കണം. അതുകൊണ്ടാണ് വിശ്വാമിത്രനത് അറിയാം. മനസ്സിലായില്ലേ? വിശ്വാമിത്രന് അറിയാം ഇവർ സൂര്യവംശികളാണ്. അതുകൊണ്ട് അവർക്ക് ശരിയായ ഒരു പരിശീലനം കൊടുക്കണം, അല്ലെങ്കിൽ പ്രായോഗിക വിജ്ഞാനം കൊടുക്കണം. അതുകൊണ്ട് അവരെ കൊട്ടാരത്തിൽ നിന്ന് ഗുരുകുലത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. അതാണ് പഠിച്ചു നിർത്തുക മാത്രമല്ല, അല്ല, പ്രായോഗികത്തിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് അതിനകത്ത് അല്ലെങ്കിൽ പിന്നെ രാമായണം വായിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ കുട്ടികൾക്കും അത് പ്രധാനപ്പെട്ടതാണ്. ഈ പഠനം കൊണ്ട് മാത്രം കാര്യമില്ല, പഠിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങണം അല്ലെ എന്ന് പലരും അങ്ങനെയാണല്ലോ. പഠിച്ചാൽ പിന്നെ എന്ത് ചെയ്യണം? അടുത്ത് എന്താണ്? ഒന്നും അറിയില്ല. കാരണം അവന്റെ ജീവിതത്തിൽ ഒരു യാഗരക്ഷയില്ല. ഞാൻ അങ്ങനെ പറയുള്ളൂ, ആരുടെ ജീവിതത്തിലും ഒരു യാഗരക്ഷയില്ല. ആ യാഗരക്ഷയ്ക്ക് ശ്രമിക്കുന്ന ഒരു വിശ്വാമിത്രനുമില്ല. മനസ്സിലായില്ലേ? അപ്പോ നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നമുക്ക് യാഗരക്ഷ ചെയ്യാനുണ്ട്. അതിന് വിശ്വാമിത്രന്മാരുണ്ടായിരിക്കും, അതിനുള്ള ആചാര്യന്മാരുണ്ടായിരിക്കണം. ഇന്നത്തെ ആചാര്യന്മാരൊക്കെ എങ്ങനെയാ? നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, അതുപോലുള്ളവരാണെന്ന് അർത്ഥം. അപ്പൊ ഇവിടെ ഈ കുമാരന്മാരെ വിശ്വാമിത്രൻ യാതൊരു കുസലുമില്ലാതെ ഈ യാഗരക്ഷയ്ക്ക് പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ദശരഥന് ആദ്യം ദുഃഖമൊക്കെ തോന്നി. ആ ദുഃഖം ഇവിടെ കാണിക്കുന്നത് മാനുഷികമാണത്. തന്റെ കുമാരന്മാരെ കുട്ടികളെ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ചോദിച്ചതാരാണ്? വിശ്വാമിത്രനാണ്. അതാണ്, വിശ്വാമിത്രനാണ് ചോദിച്ചത്. വിശ്വാമിത്രനാണെന്ന് പദത്തിന് അർത്ഥമുണ്ട്. വിശ്വത്തിന്റെ മിത്രമാണ് അദ്ദേഹം. ഈ വിശ്വത്തിന്റെ മിത്രമാണ്, ഒരു സാധാരണക്കാരനല്ല. അപ്പൊ ഓരോ പേരിനും നമ്മുടെ ഈ സംസ്കൃത ഭാഷയ്ക്ക് പ്രത്യേകത ഉണ്ട്. സംസ്കൃത ഭാഷ നിരുക്തപരമായതുകൊണ്ട് ഓരോ വാക്കിലും ഓരോ ജ്ഞാനമുണ്ട്. മറ്റു ഭാഷകൾ അങ്ങനെയല്ല, അത് ആശയവിനിമയ ഉപാധികളാണ്. സംസ്കൃതം അങ്ങനെയല്ല. സംസ്കൃതത്തിൽ ഓരോ പദത്തിലും സംജ്ഞകളായതുകൊണ്ട് വളരെയധികം അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന്. അതാണ് ആദ്യം പറഞ്ഞ അഗ്നി എന്ന് പറഞ്ഞില്ലേ. അപ്പോ അഗ്നി എന്ന് പറയുന്നതോടെ വിശ്വാമിത്രൻ ആദ്യം വിശ്വാമിത്രനാണ്, പിന്നെ വിശ്വത്തിന്റെ അമിത്രമാവും അദ്ദേഹം. അത് ഓർമ്മിക്കണം. അപ്പൊ വിശ്വാമിത്രനായിട്ട് അദ്ദേഹം യാഗരക്ഷ ചെയ്തു കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഈ വിശ്വം ഒന്നുമല്ല, ഇതെല്ലാം വെറും നിഷ്പ്രഭമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയാണ് അദ്ദേഹം കുട്ടികളെ യാഗരക്ഷയ്ക്കായിട്ട് കൊണ്ടുപോയി. ആ യാഗരക്ഷയ്ക്ക് കൊണ്ടുപോയിട്ട് ആ ക്ഷത്രിയന്റെ കർമ്മം എന്താണോ ആ ക്ഷത്രിയന്റെ കർമ്മം അദ്ദേഹം അവിടെ അവരിലൂടെ നിർവഹിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ താടകാവധവും അതുപോലെ മാരീച സ്വഭാവങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ അഹല്യാമോക്ഷം. ആ അഹല്യാമോക്ഷത്തിന് വേറൊരു അർത്ഥം കൂടി പറയുന്നുണ്ട്. വിശദീകരിക്കാം. ആ അഹല്യാമോക്ഷത്തിന് വൈദികമായിട്ടുള്ള അർത്ഥം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ ആചാര്യനൊക്കെ പറഞ്ഞു എന്നുള്ള അർത്ഥമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ അഹല്യ എന്ന് പറയുന്നത് ഉഴാത്ത ഭൂമിയാണ്, ഹലം ചെല്ലാത്ത ഭൂമിയാണ് അഹല്യ. മനസ്സിലായില്ലേ? ഹലം എന്ന് പറഞ്ഞാൽ അറിയാലോ, കലപ്പ. അപ്പൊ കലപ്പ ചെല്ലാത്തതായ ഒരു ഭൂമി ഊഷരഭൂമിയാണ്. അപ്പൊ ആ ഭൂമി വീണ്ടും ഫലഭൂഷ്ടമാക്കി തീർക്കുകയാണ് ആര്? സൂര്യവംശിയായ ഒരു ക്ഷത്രിയൻ. അതാണ് ശ്രീരാമൻ. ആ ശ്രീരാമന്റെ പാദസ്പർശം ഏറ്റു കഴിഞ്ഞപ്പോൾ അവിടെ അത് വീണ്ടും അത് ഫലഭൂഷ്ടമായി തീർന്ന. നമ്മളിവിടെ പറയുന്നത് അഹല്യ എന്ന് പറയുന്നത് ഋഷി മുനിയാണ്, ഓക്കെയാണ്, ഋഷിപത്നിയാണ്, അങ്ങനെയുണ്ട്. പക്ഷെ ഈ ഒരു രാജാവിന് മാത്രമേ ആ ഭൂമി അങ്ങനെ ആക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ശക്തനായ ഒരു ഭരണാധികാരിക്ക് മാത്രമേ ഒരു ഊഷര ഭൂമിയെ വീണ്ടും ജനവാസയോഗ്യമാക്കി തീർക്കുകയും ഫലഭൂഷ്ടമാക്കി തീർക്കുകയും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള ആ ഒരു ഗോമേധം, അതിന് ഗോമേധം എന്ന് പറയും. ഗോമേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോവിനെ കൊല്ലലല്ല, ഗോ എന്ന് പറഞ്ഞ ഭൂമിയാണ്. അതല്ലേ ഗൗതമൻ? ഗൗതമൻ എന്ന് പറഞ്ഞ സൂര്യൻ, അങ്ങനെ അർത്ഥമുണ്ട്.
അപ്പോ ഇതിലെല്ലാം ഉത്തമനായിട്ടുള്ളവൻ ഗൗതമൻ. അപ്പൊ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി. ആ ഭൂമിയെ മേധാശക്തിയിലൂടെ ഫലപുഷ്ടമാക്കി തീർക്കുന്ന ആ കർമ്മമാണ് ഗോമേധം. രാമൻ ചെയ്ത് ഗോമേധമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഉഷരമായിട്ടുള്ള ഈ ഫലം ചെല്ലാത്ത ഈ ഭൂമിയെ അദ്ദേഹം ഗോമേധത്തിലൂടെ, ഇന്നും ഭരണാധികാരികൾ ചെയ്യുന്നത് തന്നെയാണ്, അവരറിഞ്ഞോ അറിയാതെയോ ഇന്നും നമ്മുടെ ഭരണാധികാരികളൊക്കെ ഗോമേധമൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഭൂമിയെ അദ്ദേഹം ഫലപുഷ്ടമാക്കി തീർന്നു ആ പ്രായത്തിലെ. അപ്പൊ ചെറുപ്രായത്തിലെ തന്നെ ശ്രീരാമൻ തന്റെ ഭരണ നൈപുണ്യം കാണിച്ചു കൊടുത്തു എന്നർത്ഥം. അങ്ങനെ നമ്മൾ പഠിക്കണം. അല്ലാതെ വെറുതെ നമ്മള് ഈ ഒരു ഋഷിമുനിയുടെ കഥയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അതിന്റെ ചരിത്രത്തെ നമ്മൾ തമസ്കരിക്കരുത്. അപ്പോ ചരിത്ര തമസ്കരണത്തിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നതോ നമ്മുടെ പൈതൃകമാണെന്നർത്ഥം. അപ്പൊ ഇവിടെ വാസ്തവത്തില് ക്ഷാത്രവീര്യം കാണിക്കുന്നതിന് തടക പോലുള്ള രാക്ഷസിമാരെ, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ഉപജാപക വൃന്ദത്തെയോ അല്ലെങ്കിൽ അന്നത്തെ രാക്ഷസ പ്രമുഖന്മാരെയോ രാക്ഷസീയതയിലൂടെ ജനങ്ങളെ വഴിതെറ്റിക്കുന്നവരെ ഇല്ലാതാക്കുകയും ചെയ്യേണ്ടത് ക്ഷത്രിയന്റെ കർമ്മമാണ്. അതിനുള്ള പ്രാപ്തി ഉണ്ടോ എന്ന് നോക്കണം. അതിനു വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസാനന്തരം അദ്ദേഹം യാഗരക്ഷയ്ക്കായിട്ട് തന്റെ കൂടെ കൊണ്ടുപോയി. അദ്ദേഹം അതിൽ വിജയിച്ചു. രാമലക്ഷ്മണന്മാരും മിടുക്കന്മാരാണ്. അവരെ ആ ശത്രുക്കളെ ഇല്ലാതാക്കാനായിട്ട് അവർക്ക് പ്രാപ്തിയുണ്ട്. അതിനുശേഷം ഈ ഗോമേധം ചെയ്യാനുള്ള ഈ ഊഷരഭൂമിയെ അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഊഷരഭൂമി, ആ അഹല്യ അവിടെ മോക്ഷം നേടി ഈ പറയുന്ന പോലെ ജനങ്ങൾക്ക് വാസയോഗ്യമാക്കി തീർത്തു എന്നും കൂടി അതിന്റെ പിന്നിൽ അർത്ഥമുണ്ടെന്നർത്ഥം. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. കഥ പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ കഥ പൂർവയുക്തം, അതായത് പൂർവയുക്തം കഥായുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥകളൊക്കെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ചരിതങ്ങളാണ്. അല്ലെങ്കിൽ കഥകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ തത്വങ്ങളെ നമ്മൾ പഠിക്കണം എന്നർത്ഥം. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ രാമായണാദി ഗ്രന്ഥങ്ങളുടെ ദാർശനിക വശം ശരിയായ അർത്ഥത്തിൽ ബോധ്യപ്പെടുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അല്ലാതെ ഇതെല്ലാം മായയാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അങ്ങനെ പറയാം. നമ്മൾ ജീവിക്കും ഇവിടെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിതം യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നുവെങ്കിൽ അവിടെ നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ സമൂഹം ആ ഉത്തരവാദിത്തത്തിൽ നിന്നും തെന്നിമാറരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ ഉപദേശസമന്വിതമായി നമുക്ക് നൽകുന്നത്, അല്ലെങ്കിൽ പകർന്നു നൽകുന്നത്. അതാണ് രാമായണത്തിന്റെ ആ ഒരു സന്ദേശം എന്നുകൂടി നമുക്കിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ബൈൻഡിങ് ഒരു കാര്യം ചോദിക്കാം. അഹല്യ മോക്ഷം എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന അഹല്യ ഒരു വ്യക്തിയാണ് മോക്ഷം കിട്ടിയത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞൊരു തികച്ചും വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റ്. അങ്ങനെയും ചിന്തിക്കാമല്ലോ. ചിന്തിക്കാം. നമ്മള് ആ കഥ എന്ന് പറയുന്നത് ഇപ്പോ ആരാണ് ഇവിടെ കഥയിൽ വരുന്നത്? അഹല്യയും ഗൗതമനും അല്ലേ? അത് ആ കഥയിലൂടെ നമ്മൾ പറയുമ്പോൾ അവിടെ ആ ഗൗതമൻ എന്നുള്ള വാക്കിന് സൂര്യൻ എന്നർത്ഥമുണ്ട്. അപ്പൊ അവിടെ സൂര്യന്റെ കിരണങ്ങളെ ഏശാത്ത ഭൂമി, മനസ്സിലായോ? ഇപ്പൊ ഗൗതമനും അഹല്യ എന്നുള്ള ബന്ധം മനസ്സിലായില്ലേ? അപ്പോ ഈ അഹല്യക്ക് ഗൗതമന്റെ ബന്ധമില്ല, മനസ്സിലായോ? ഇപ്പൊ അഹല്യക്ക് ഗൗതമന്റെ ബന്ധം ഇല്ലാതെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സൂര്യന്റെ ബന്ധം ഭൂമിക്ക് ഇല്ലാതെ വരുമ്പോൾ ആ ഭൂമി എങ്ങനെയായിരിക്കും? ഒരു പ്രത്യേകതയിലായിരിക്കും സൂര്യരശ്മി ഇല്ലാതെ വരുമ്പോൾ. അങ്ങനെയാണത്. അങ്ങനെ വ്യാഖ്യാനിക്കുക, അങ്ങനെ നിരുക്തപരമായിട്ട് വ്യാഖ്യാനിക്കാൻ ഞാൻ പറഞ്ഞു. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഈ പുരാണങ്ങളെ വേദാന്തപരമായി വ്യാഖ്യാനിക്കുമ്പോൾ ഈ കഥയ്ക്ക് പ്രസക്തി ഒന്നുമില്ല. കാരണം അവിടെ വേദാന്തമാണ്. എന്ത്? ആത്മാരാമൻ, രാമൻ ആത്മാരാമനാണ്, ജഗദാനന്ദകാരകനാണ്. ആ രാമനാമത്തിലൂടെ എനിക്ക് മോക്ഷം കിട്ടണം, അത്രേ ഉള്ളൂ. പക്ഷെ ശ്രീരാമൻ എന്ന ചരിത്ര പുരുഷൻ സൂര്യവംശിയായിരിക്കുന്നത് കൊണ്ട്, സാർവഭൗമ ചക്രവർത്തി ആയിരിക്കുന്നത് കൊണ്ട് ആ ചരിത്ര പുരുഷന്റെ ബാല്യകാലം മുതൽ അദ്ദേഹത്തിന്റെ പട്ടാഭിഷേകം വരെയുള്ള ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇതുപോലെ വ്യാഖ്യാനിക്കണം. അതാണ് വ്യത്യാസം. യഥാർത്ഥത്തിൽ ഒരു ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പഠിച്ച് സ്വായത്തമാക്കിയ അവരുടെ വിദ്യകൾ പ്രായോഗിക തലങ്ങളിലേക്ക് എങ്ങനെ പരിവർത്തനം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ഉദാഹരണമാണ് രാമലക്ഷ്മണന്മാരുടെയും കാരണം യാഗം രക്ഷിക്കേണ്ടത് ക്ഷത്രിയനാണ്. അതാണ് വിശ്വാമിത്രന്റെ യാഗരക്ഷ എന്ന് പറയാൻ കാരണം. ഇപ്പോ ഭരണാധികാരിക്ക് അത് രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പോ ഋഷിമാരെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ സാധുക്കളെ സംരക്ഷിക്കുക, ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ക്ഷത്രിയന്റെ ജോലിയാണ്. ഈ ക്ഷത്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥാനപേരാണ്, അല്ലാണ്ട് ഒരു വർഗമല്ല. ഭരണാധികാരിയാണ്. അല്ലെങ്കിൽ അതല്ലേ ബാഹുരാജന്യകൃത എന്നാ പറയുന്നത്. ബാഹുബലം വേണം ഭരണാധികാരിക്ക്. ബാഹുബലം ഇല്ലെങ്കിൽ എന്താ കാര്യം? രാജ്യത്തേക്ക് ശത്രുക്കൾ കയറും, പിന്നെ അവന്റെ രാജ്യം. അപ്പൊ ശ്രീരാമനൊക്കെ അത് ദീക്ഷിച്ചിരുന്നു. ആ ദീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രമാത്രം അതിലെ നമ്മൾ ഇന്ന് കാണുന്നതായ ഈ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഉടമ്പലയല്ല. അത് രാഷ്ട്രമാണ് വലുത്. രാഷ്ട്രത്തിന് വേണ്ടി. രാഷ്ട്രം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്ന ശബ്ദത്തിന് ഐശ്വര്യം എന്നാണ് അർത്ഥം.
ഐശ്വര്യത്തെ ത്രാണനം ചെയ്യുക അല്ലെങ്കിൽ രക്ഷിക്കുക. അതാണ് രാഷ്ട്രം. എല്ലാ ഐശ്വര്യങ്ങളെയും രക്ഷിക്കുമ്പോഴാണ് രാഷ്ട്രം എന്ന സങ്കല്പം അന്വർത്ഥമാവുന്നത്. കാരണം എനിക്കിതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആചാര്യന്റെ ഗുരുകുലത്തിൽ നിന്നാണ്. അപ്പോ ആചാര്യന്റെ ഉപദേശത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും പറയാനുള്ളൊരു ഇതുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആത്മധൈര്യം. കാരണം നമ്മൾ പഠിച്ചവിടുന്നാണ്. ഈ പുസ്തകം വായിച്ച് പഠിക്കുന്നതും ഗുരുകുല വിദ്യാഭ്യാസ വ്യത്യാസമുണ്ട്. അപ്പൊ ഗുരുകുല സംസ്കാരത്തിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെയുള്ള നുറുങ്ങൾ കിട്ടുകയുള്ളൂ. ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഇതിനൊക്കെ ഒത്തിരി താത്വികമായ അവധാനതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാൻ കാരണം. ഇപ്പൊ നമുക്ക് കഥകളൊക്കെ അറിയാം. ഇപ്പൊ രാമായണ കഥ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ഭാരതം മുഴുവൻ രാമായണ കഥയാണ്. കാരണം ഭാരതത്തിലെ ഗ്രാമങ്ങളിൽ മുഴുവൻ രാമായണമുണ്ട്. സ്കൂളിൽ പോവാത്തവരായാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടാത്തവരായാലും ശ്രീരാമന്റെ ചരിതമില്ലാത്തതായ ഒരു ഭാരതമില്ല. അതാണ് ഭാരതത്തിന്റെ ഒരു പ്രത്യേകത. രാമൻ വിട്ടിട്ടൊരു ഭാരതമില്ല. മനസ്സിലായില്ലേ? നമ്മള് ഇനി വരുമ്പോൾ വിവിധ ഈ കഥകൾ, രാമന്റെ കഥകൾ ഓരോന്ന് പഠിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായും അത് ബോധ്യമാകണം. കാരണം രാമനില്ലെങ്കിൽ ഭാരതമില്ല, രാമശബ്ദമില്ലെങ്കിൽ ലോകമില്ല എന്നാണ് സ്വാമിജിയൊക്കെ പറയുന്നത്. കാരണം എവിടെയെങ്കിലും രാമശബ്ദം ഉണ്ടായി, രാ എവിടെയെങ്കിലും കാണും. രം രാമായ നമഃ. അപ്പോ രാമന്റെ ശബ്ദം ഇല്ലാത്ത ലോകമോ അല്ലെങ്കിൽ നമ്മുടെ ഭാരതമോ ഇല്ല. അതുകൊണ്ടാണ് മഹാത്മാക്കൾ പറയുന്നത് സമുദ്രവും അതുപോലെ പർവ്വതങ്ങളും ഒക്കെ ഉള്ളിടത്തോളം കാലം ശ്രീരാമകഥയും ഇവിടെ ഉണ്ടാവും, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ 3ാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ബാലകാണ്ഡത്തിലെ ശ്രീരാമന്റെയും മറ്റും ബാല്യവും കൗമാരവും എങ്ങനെ വിനിയോഗിച്ചുവെന്നും ആ വിദ്യാഭ്യാസത്തിലൂടെ നേടിയ അവരുടെ അറിവ് എങ്ങനെ അത് സാർത്ഥകമാക്കി എന്നും നമുക്ക് മനസ്സിലായി. എല്ലാ എപ്പിസോഡിലും പറയുന്ന മാതിരി നിങ്ങളുടെ സംശയങ്ങളും മറ്റ് കാര്യങ്ങളും തീർച്ചയായും ഈ എപ്പിസോഡിന്റെ താഴെ കമന്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നാളെ ഞങ്ങൾ അടുത്ത ഒരു എപ്പിസോഡുമായി വരും. നാളെ കർക്കിടകം 4. എല്ലാവരും ആ എപ്പിസോഡ് കാണുവാനായിട്ട് വിനയമായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.